കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം. സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാര ബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ എന്ന് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ആ തുടക്കത്തിലുള്ള ഒരു ശ്ലോകത്തിൽ ഏതൊരു നാമത്തിൻ്റെ സ്മരണയിലാണോ എല്ലാ സംസാര ദുരിതങ്ങളും അകലുന്നത് ആ ഒരു ഭഗവാന്റെ നാമങ്ങൾ ആണ് ഈ 1000 നാമങ്ങളായിട്ട് വിഷ്ണു സഹസ്രനാമത്തിലുള്ളത്. അപ്പം ഭഗവാൻ ഒരു ആശ്രമസ്ഥാനവുമാണ്, ഒരു വിശ്രമസ്ഥാനവുമാണെന്ന് പറയാം. അതുകൊണ്ട് ഭഗവാന് ആശ്രമഃ എന്ന പേര് ഉണ്ട്. അതായത് ഈ സംസാരത്തിൻ്റെ ആ ഒരു സംസാര ദുരിതത്തിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും അതിൽ നിന്നും ഒക്കെ നമ്മൾ എപ്പോഴും ഒരു വിശ്രമം തേടി നടക്കുന്നവരാണല്ലോ. വിശ്രമസ്ഥാനം എപ്പോഴും നമുക്കൊരു വിശ്രമസ്ഥാനം ഒരുപാട് പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഒരു വിശ്രമം ആവശ്യമാണെന്ന് പറയുന്ന പോലെ ആ ഒരു വിശ്രമസ്ഥാനമായവനാണ് ഭഗവാൻ എന്ന് പറഞ്ഞ ഒരു നാമം തന്നെയുണ്ട്. അപ്പോൾ ഭഗവാൻ സ്മരണ ഈ സംസാരത്തിലെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് മോക്ഷം അല്ലെങ്കിൽ മുക്തി ഒക്കെ സ്ഥിരമായിട്ട് നേടിത്തരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷ്ണു സഹസ്രനാമത്തിന് ഒരുപാട് പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് ഡെയിലി വിഷ്ണു സഹസ്രനാമ ജപം നമ്മളൊരു ശീലമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു സന്തോഷവും സംതൃപ്തിയും ജീവിതത്തിൽ ലഭിക്കാൻ അത് ഭഗവാൻ തന്നെ അത് നേടിത്തരും. അതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 851 മുതൽ 860 വരെയുള്ള നാമങ്ങളാണ്. ഇവിടെ അത് വരുന്ന ശ്ലോകങ്ങൾ ഭാരവത് കഥിതോ യോഗി യോഗീശ സർവകാമത ആശ്രമശ്രമണ ക്ഷാമ സുവർണോ വായുവാഹന ധനുർധരോ ധനുർവേദ ദണ്ഡാദമൈതൗദമ ആ ഒരു ഭാഗത്താണ് ഈ ശ്ലോകങ്ങൾ. അതായത് ഈ ശ്ലോകത്തിൻ്റെ ഇടയിലാണ് 851 മുതൽ 860 വരെയുള്ള ശ്ലോകങ്ങൾ വരുന്നത്. അപ്പോൾ ഭഗവാൻ സർവകാമത എന്ന 851 നാമം പറയുന്നത്, അതായത് എല്ലാ തരത്തിലും ഉള്ള കാമങ്ങളെ ദാനം ചെയ്യുക. നമുക്ക് നമ്മുടെ കാമങ്ങൾ, ആഗ്രഹങ്ങളെന്ന് പറയാം, അതിനെ ഭഗവാൻ തന്നെയാണ്. കാമങ്ങളെ നമുക്ക് ദാനം ചെയ്യുന്നതും ഭഗവാനാണ്. ആ കാമങ്ങളെ നമ്മളിൽ നിന്നും മുറിച്ച് മാറ്റുന്നതും ഭഗവാനാണ്. കാരണം ഒരുപാട് ആഗ്രഹങ്ങളുടെ പുറകെ ഓടിയാലും നമ്മൾ ദുരിതങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് പക്ഷേ ജീവിക്കാൻ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആവശ്യമാണ്. ആ ഒരു കാമം, ആ ഒരു കാമം എന്ന് പറയുമ്പോൾ ഒരു ആഗ്രഹം, ചില കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ആഗ്രഹം, അത് നല്ല രീതിയിലാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാ കാമങ്ങളെയും ഭഗവാൻ ദാനം ചെയ്യുന്നു എന്നും വ്യക്തികളിൽ കാമം ഉണ്ടാക്കുന്നു എന്നും ആ കാമങ്ങളെ സാധിച്ചു കൊടുക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് കാമത എന്ന ഭഗവാന്റെ പേര്, സർവകാമത. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ പ്രേരണ എന്ന് പറയുന്നത് തന്നെ ഭഗവാനാണ് എന്നും. അപ്പോൾ നമ്മൾ ധർമാനുസൃതമായ കാമങ്ങൾ ഭഗവാൻ അനുവദിച്ചു തരും. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി പരദർശഭ എന്ന് ചാപ്റ്റർ 7 പറയുന്നുണ്ട്. അതായത് ധർമാനുസൃതമായ കാമങ്ങൾ ഭഗവാൻ നിർവഹിച്ചു തരുന്നു. ധർമ്മവിരുദ്ധമായിട്ടുള്ള കാമങ്ങളെ ഭഗവാൻ ഖണ്ഡിക്കുന്നു. ആവശ്യമില്ലാത്തതിനെ ഭഗവാൻ അവിടെ വെച്ച് ഖണ്ഡിച്ച് മുറിച്ച് മാറ്റുന്നു. അപ്പം നമ്മുടെ കാമങ്ങളെ പോലും ഭഗവാൻ തീരുമാനിക്കും. അപ്പോൾ ഒരു നാമജപ സംസ്കാരമുള്ള ആൾക്ക് എന്ത് തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് വേണ്ടത് അല്ലെങ്കിൽ ഏതാണ് വേണ്ടാത്തത് എന്ന് പോലും ഭഗവാൻ തീരുമാനിക്കുന്നു എന്ന് പറയാം. അപ്പോൾ 852 നാമം ആശ്രമഃ. സംസാരമാകുന്ന ഈ ഒരു സാഗരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാട്ടിൽ സംസാര ആരണ്യം എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ കിടന്ന് ചുറ്റിത്തിരിയുകയാണ് പല വിധത്തിലുള്ള ദുഃഖവും ദുരിതവും ഒക്കെ കൊണ്ട്. അപ്പോൾ ആ ചുറ്റിത്തിരിയുന്ന ജീവജാലങ്ങൾക്ക് ഭഗവാൻ ഒരു വിശ്രമസ്ഥാനമാണ് എന്ന് പറയുന്നു. ആചാര്യസ്വാമികൾ ശങ്കരാചാര്യരുടെ വാക്കുകളിൽ പറയുന്നുണ്ട്, ആശ്രമവത് സർവേഷാം സംസാര ആരണ്യേ ഭ്രമതാം വിശ്രമസ്ഥാനത്വാത് ആശ്രമഃ എന്ന്. അതായത് ഈ സംസാരമാകുന്ന ആരണ്യത്തിൽ കിടന്ന് ഭ്രമിക്കുക അല്ലെങ്കിൽ ചുറ്റിത്തിരിയുന്നവരുടെ വിശ്രമസ്ഥാനമാണ് ഭഗവാൻ എന്നതുകൊണ്ട് തന്നെ ഭഗവാനെ ആശ്രമഃ എന്ന് നാമം.
ഇനി 853 ശ്രമണഹ എന്നുള്ള പേര് സന്യാസി, തപസ്വി, സാധകൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ശ്രമണഹ, ഭഗവാൻ ശ്രമണഹ എന്ന നാമം പറയുന്നു. കാരണം കൃത്യമായിട്ടുള്ള ആചാരവും അനുഷ്ഠാനവും ആത്മനിയന്ത്രണവും ഒക്കെ തപസ്സിന് ആവശ്യമാണെന്ന് ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തരുന്നു. ഭാഗവതത്തിലൊക്കെ ഭഗവാൻ ബ്രാഹ്മി മുഹൂർത്ത ഉത്ഥായ എന്നൊക്കെ പറഞ്ഞൊരു ശ്ലോകമുണ്ട് 10ാമത്തെ സ്കന്ധത്തിൽ. അപ്പോൾ അതിരാവിലെ ഭഗവാൻ എണീറ്റ് നാമം ജപിക്കുന്നത് പോലും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ പല അവതാരങ്ങളിലും ഭഗവാൻ ഈ അനുഷ്ഠാനത്തിൻ്റെ പ്രാധാന്യം കാണിച്ച് തരുന്നുണ്ട്. അതാണ് നരനാരായണ ഋഷിമാർ, ഋഷഭദേവൻ, പരശുരാമൻ, കപിലൻ ഈ അവതാരങ്ങളിലൂടെയൊക്കെ ഒരു അനുഷ്ഠാന ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഭഗവാൻ കാണിച്ചു തരുന്നു. ഇനി 854 ക്ഷാമഹ എല്ലാ പ്രജകളെയും ക്ഷീണങ്ങളാക്കി തീർക്കുന്നു, ക്ഷാമങ്ങളാക്കി തീർക്കുന്നു. അതായത് അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും സൃഷ്ടി സ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ലയം, പ്രളയം അത് നശിക്കുകയും വേണം. കാലം കൊണ്ട് എല്ലാതും നശിക്കുന്നതും ഭഗവാന്റെ ആ ഒരു അതിനെ സംഭവിപ്പിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ ആ ഒരു സൃഷ്ടിസ്ഥിതി ലയം പ്രളയം എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ക്ഷീണിക്കുക, ലയിക്കുക, സംഹരിക്കുക എന്നൊക്കെ പറയാം. അതും ഭഗവാൻ തന്നെയാണ് ക്ഷാമഹ. ആത്യന്തികമായി എല്ലാം നശിക്കുന്നതിനെയാണ് പ്രളയം എന്ന് പറയുന്നത്. ആ പ്രളയം സംഭവിപ്പിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ഇനി 855 സുവർണഹ എന്നാണ്. അതായത് സംസാരം ഒരു വൃക്ഷമാണ്. അത് പരമാത്മാവിൻ്റെ രൂപത്തിൽ അതിനെ ഭഗവത്ഗീതയിൽ 15ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിൽ ഇലകൾ അത് ഛന്ദോരൂപങ്ങളും സുന്ദരങ്ങളുമായ പർണ്ണങ്ങൾ ഉള്ളതിനാൽ സുവർണൻ. അപ്പോൾ ഭഗവാനാണ് ഈ സംസാര വൃക്ഷത്തെ പരമാത്മാവിനോട് എന്താ പറയുക ഉപമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പരമാത്മാവ് തന്നെയാണ് ഈ സംസാര വൃക്ഷം. അതിലെ ഇലകൾ സുന്ദരമായ ഇലകൾ ഉള്ളതിനാൽ ഭഗവാന് പേര് സുപർണൻ. അപ്പോൾ സംസാരവൃക്ഷം ഭഗവാനെ സംസാരവൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നു. ചാപ്റ്റർ 15 ഭഗവത്ഗീതയിൽ. അതിൽ സുന്ദരമായ ഇലകളോടുകൂടിയ സംസാരവൃക്ഷമാണ് ഭഗവാൻ പരമാത്മാവ് എന്ന് പറയുമ്പോൾ അത് ഭഗവാനാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. അതാണ് സുപർണ. നല്ല എന്ന് പറയുമ്പോൾ നല്ല, പർണ്ണങ്ങളെ ഇലകൾ, നല്ല പർണ്ണങ്ങളോടുകൂടിയ സംസാരവൃക്ഷ രൂപമായ പരമാത്മാവാണ് ഭഗവാൻ വിഷ്ണു എന്നാണ് അർത്ഥം. അതാണ് 15ാമത്തെ ശ്ലോകത്തിൽ 1ാമത്തെ ശ്ലോകം തന്നെ, 15ാമത്തെ ചാപ്റ്റർ ഗീതയിൽ 1ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഊർദ്ധമൂലമതശാഖം അശ്വത്ഥം പ്രാഹുരവ്യം ഛന്ദാംസി യസ്യ പർണ്ണാനി യസ്തം വേദസ വേദവിതെന്ന്. അപ്പം ഛന്ദാംസി യസ്യ പർണ്ണാനി ഛന്ദോരൂപങ്ങളായ വേദങ്ങളാകുന്ന സുന്ദരങ്ങളായ ഇലകൾ ഉള്ള സംസാര വൃക്ഷരൂപമാണ് ഭഗവാൻ, പരമാത്മാവായിട്ടുള്ള വിഷ്ണു ഭഗവാൻ എന്നാണ് അത് പറയുന്നത്. ഇനി 856 വായുവാഹന. വായുവിനെ വഹിക്കുന്നു ഭഗവാൻ, വായുവിനെ ചലിപ്പിക്കുന്നു. എല്ലാ ജീവികളിലും പ്രാണനെ ചലിപ്പിക്കുന്നത് വായുരൂപത്തിൽ ഭഗവാനാണ്. അപ്പോൾ എല്ലാ ജീവികളിലും പ്രാണഗതിയുണ്ട്. ഈ പ്രാണനാണ് അതിനെ നിലനിർത്തുന്നത്. അപ്പോൾ ഭഗവാൻ ആ വായുവിനെ നിയന്ത്രിച്ചുകൊണ്ട് ആ ഒരു ജീവനെ പോഷിപ്പിക്കുന്നു. അല്ലെങ്കിൽ ആ വായു പ്രാണൻ്റെ രൂപത്തിൽ വായു ജീവികളിൽ എല്ലാ പ്രാണികളിലും ഉണ്ട്. ആ വായുവിൻ്റെ ഗതി എന്ന് പറയുന്നത് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഭഗവാന്റെ ആജ്ഞാനുവർത്തിയായിട്ടാണ് ആ പ്രാണൻ ആ ഒരു ശരീരത്തിൽ ചലിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ വായുവാഹന, അതായത് വായുവിനെ ചലിപ്പിക്കുന്നവൻ ഭഗവാൻ, അല്ലെങ്കിൽ വായുവിനെ വഹിക്കുന്നവൻ എന്നുള്ള അർത്ഥം. ഇനി 857 ധനുർധര. മഹത്തായ ധനുസ്സിനെ വഹിക്കുന്നവൻ ഭഗവാൻ. അപ്പോൾ ശ്രീകൃഷ്ണാവതാരത്തിൽ ശാർങ്കം എന്ന ധനുസ്സിനെ വഹിക്കുന്ന ഭഗവാനെയും, അതുപോലെ കോദണ്ഡപാണി ആയ ശ്രീരാമാവതാരത്തിൽ കോദണ്ഡം എന്ന ധനുസ്സിനെ വഹിച്ച ഭഗവാനെ നമുക്ക്
കാണാം ഈ 2 അവതാരത്തിലും. അതുകൊണ്ടാണ് ധനുർധര, ധനുസ്സിനെ ധരിക്കുന്ന ഭഗവാൻ എന്ന അർത്ഥം. ഇനി 858 ധനുർവേദ. അപ്പോൾ ഭഗവാൻ ധനുർവേദം തന്നെ രൂപമായവൻ, അതായത് ധനുസ്സിനെ കുറിച്ച് അറിയുക. ധനുഹു പ്ലസ് വേദ ധനുർവേദ, അതായത് ധനുസ്സിനെ കുറിച്ച് അറിയുന്നവൻ ഭഗവാൻ. അപ്പോൾ ആ ഒരു അർത്ഥമാണ് ധനുർവേദം രൂപമായിട്ടുള്ളവൻ എന്നുള്ള. ഇനി 859 ദണ്ഡഹ, ദമനം ചെയ്യുന്നവൻ, അടക്കുന്നവൻ. അപ്പോൾ ഭഗവാൻ ദണ്ഡമാകുന്നു, ദണ്ഡം ചെയ്ത് ദമനം ചെയ്ത് അടക്കുന്നു. ദണ്ഡോദമയിതാമസ്മി എന്ന് 10ാമത്തെ ചാപ്റ്ററിൽ 38ാമത്തെ ശ്ലോകം പറയുന്നു. അപ്പോൾ ഏതൊരു കാര്യത്തെയും നിയന്ത്രിക്കുക എന്ന് വേണമെങ്കിൽ പറയാം, ദമനം ചെയ്യുക അല്ലെങ്കിൽ അടക്കുക. അപ്പോൾ എല്ലാത്തിനും ഒരു നിയന്ത്രണവും ഭഗവാനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു നിയന്ത്രണം തന്നെ ഭഗവാനാണ്. അതാണ് ദമനം ചെയ്യുന്നവരിൽ ഭഗവാൻ ദണ്ഡമാണ്, ആ ദണ്ഡം തന്നെ ഭഗവാനാണ് എന്നാണ് പറയുന്നത്. ഇനി 860 ദമയിത. ദമയിത അടക്കി നിർത്തുന്നവൻ. നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതി ശക്തികളുണ്ട്, വായു, അഗ്നി, ആകാശം, തണുപ്പ്, ചൂട്, പ്രകാശം, ഇങ്ങനത്തെയുള്ള ഈ ശക്തികളെയൊക്കെ വേണ്ട വിധത്തിൽ പോഷിപ്പിക്കുന്നതും ഭഗവാൻ തന്നെ, അതിനെ നിയന്ത്രിക്കുന്നതും ഭഗവാൻ തന്നെ, അതിനെ അടക്കുന്നതും ഭഗവാൻ തന്നെ. അപ്പോൾ ഭഗവാൻ ദേവന്മാരെ പോലും നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ ഗോവർദ്ധന ലീലയിൽ ഇന്ദ്രൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ച ഭഗവാന്റെ ആ ലീല വളരെ പ്രസിദ്ധമാണല്ലോ. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഗർവത്തെ ശമിപ്പിക്കുന്നതും ശ്രീകൃഷ്ണ ലീലയിൽ, അവതാര ലീലയിൽ നമുക്ക് കാണാം. യമദേവനെ നിയന്ത്രിക്കുന്നു. അങ്ങനെ ദേവന്മാരുടെ അഹങ്കാരത്തെ നിയന്ത്രിക്കാൻ പോലും ഭഗവാൻ നിയന്ത്രിക്കുന്നു. അങ്ങനെ ദമയിത എന്ന് പറയുമ്പോൾ അടക്കി നിർത്തുന്നവൻ. അപ്പോൾ പ്രകൃതി ശക്തികളെയും ദേവന്മാരെയും ഒക്കെ, സൂര്യ ചന്ദ്രാദി ദേവന്മാരെയും ഇന്ദ്രാദി ദേവഗണങ്ങളെയും ബ്രഹ്മാവ് തുടങ്ങിയ ഗണങ്ങളെയും അവരുടെ ദർപ്പത്തെ, അവരുടെ അഹങ്കാരത്തെ പോലും ഭഗവാൻ നിയന്ത്രിക്കുന്നു. അതാണ് ദമയിത, അതായത് അടക്കി നിർത്തുന്നവൻ. ഇന്ന് നമ്മൾ നോക്കിയ ഭാഗം 851 മുതൽ 860 വരെയുള്ള നാമമാണ്. അതായത് ഭാരഭൃത്കഥിതോ യോഗി യോഗീശ സർവകാമധ ആശ്രമശമന ക്ഷാമ സുവർണോ വായുവാഹന ധനുർധരോ ധനുർവേദ ദണ്ഡോദമയിദാദമ. ആ ഒരു ഭാഗത്താണ് ഈ നാമങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രയും നാമങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. അപ്പോൾ ഇത്രയും ഈ ഒരു പഠനം എന്ന് പറയുന്നത് നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമത്തിനെ അതിൻ്റെ ഒരു മേന്മ മനസ്സിലാക്കി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജപിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. അതുകൊണ്ട് അർത്ഥം അറിയാൻ ശ്രമിക്കുക. ആ ഒരു ശ്രമം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനും ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇവിടെ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതിസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഹരേ കൃഷ്ണ.